തിരുവാതിര ഞാറ്റുവേലയോടനുബന്ധിച്ച് പോത്താനിക്കാട് കൃഷിഭവന്റെ ആഭിമുഖ്യത്തിൽ ഞാറ്റുവേല ചന്തയും കർഷക സഭയും നടത്തി. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ.പി. ജെയിംസ് ഇരുപരിപാടികളും ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ കർഷകർക്ക് ഫലവൃക്ഷ തൈകളും പച്ചക്കറി വിത്തുകളും വിതരണം ചെയ്തു. തിരുവാതിര ഞാറ്റുവേലയോടനുബന്ധിച്ച് പോത്താനിക്കാട് ഗ്രാമപഞ്ചായത്ത് കൃഷിഭവന്റെ ആഭിമുഖ്യത്തിൽ ഞാറ്റുവേല ചന്തയും കർഷക സഭയും സംഘടിപ്പിച്ചു. പോത്താനിക്കാട് ബസ് സ്റ്റാൻഡ് അങ്കണത്തിൽ നടന്ന ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ.പി. ജെയിംസ് പരിപാടി ഉദ്ഘാടനം ചെയ്തു. നമ്മളെ സംബന്ധിച്ചിടത്തോളം എല്ലാ വർഷവും നടത്തി വരുന്ന ഇതുപോലെ ഞാറ്റുവേല ചന്തയുമായി ബന്ധപ്പെട്ട് ഓരോ പഞ്ചായത്തുകളിലും ഇതുപോലെയുള്ള പ്രദർശനവും വിപണനവും ഇവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടി, കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടി സർക്കാർ ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്ന പദ്ധതിയുടെ ഭാഗമായിട്ട് തന്നെയാണ് നമ്മൾ ഇന്നിവിടെ ഈ എല്ലാ വിഭാഗം ആളുകളെയും നല്ല രീതിയിൽ ഇതിന്റെ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകണമെന്നും ആരോഗ്യ വിദ്യാഭ്യാസകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മേഴ്സി ബിജു അധ്യക്ഷയായി. ജില്ലാ പഞ്ചായത്ത് അംഗം ജോമി തെക്കേക്കര തിരുവാതിര ഞാറ്റുവേല സന്ദേശം നൽകി. തെങ്ങിൻ തൈകളുടെ ആദ്യ വിൽപ്പന ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ജേക്കബ് വർഗീസ് നിർവഹിച്ചു. ഞാറ്റുവേല ചന്തയിൽ വിവിധ കാർഷിക യന്ത്രങ്ങളുടെ പ്രദർശനം നടന്നു. കുരുമുളക് തൈകൾ, സൗജന്യ പച്ചക്കറി വിത്തുകളുടെ വിതരണം, വെസ്റ്റ് കോസ്റ്റ് തെങ്ങിൻ തൈകളുടെ സബ്സിഡി നിരക്കുള്ള വിതരണം എന്നിവയും പരിപാടിയുടെ ഭാഗമായി ഉണ്ടായിരുന്നു. ഞാറ്റുവേല ചന്തയിൽ അഗ്രോ സർവീസ് സെന്റർ നേതൃത്വം നൽകിയ വിവിധ കാർഷിക ഉൽപാദന ഉപാധികളുടെ വിപണനവും നടന്നു. കുടുംബശ്രീ ഉൽപ്പന്നങ്ങളും കർഷകരുടെ വിവിധ കാർഷിക ഉൽപ്പന്നങ്ങളും ചടങ്ങിൽ കൈമാറി. കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ പ്രിയാമോൾ തോമസ് പദ്ധതി വിശദീകരിച്ചു. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീല റോയി, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ, കൃഷി ഓഫീസർ ബോസ് മത്തായി, CDS ചെയർപേഴ്സൺ രാജി ദിലീപ് തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ഡെസ്ക് KCB ന്യൂസ്.